ലിവിയ ജോസിനെ പോലീസ് ബോംബെയിൽ നിന്ന് പൊക്കി. കേരളത്തിലെ വളരെയധികം ആൾക്കാര് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറ കൈകാര്യം ചെയ്ത് കുളവാക്കുന്നത് എന്നുള്ള ടിപ്പിക്കലായുള്ള എക്സാമ്പിളാണ് ലിവിയ ജോസിന്റെ പ്രവൃത്തി. ഷീല ഷണ്ണി എന്ന കുടുംബിനി ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയും ആ ബ്യൂട്ടി പാർലറിലെ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവരുടെ ടൂ വീലറിലും അവരുടെ ഷോപ്പിംഗ് ബാഗിലും LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് ലഹരി സാധനം വെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് പിടിപ്പിച്ചതാണ് ആ കേസ്. ഇത് 2021 ഫെബ്രുവരി 27 സംഭവമാണ്. ഈ ഒരു സംഭവം തുടക്കത്തിലെ എല്ലാവരും വിചാരിച്ചു ഷീല സണ്ണി എന്ന മധ്യവയസ്കയായ യുവതി ലഹരി വിൽപ്പന നടത്തിയതാണ്. ബ്യൂട്ടി പാർലറിൽ അതിനോടൊപ്പം ഈ ലഹരി വിൽപ്പനയും കൂടെ അവർ കൊണ്ട്, അതുകൊണ്ടാണ് അവരുടെ ടൂ വീലറിലും അവരുടെ ഷോപ്പിംഗ് ബാഗിലും ഈ ലഹരി സാധനം സ്റ്റാമ്പ് കണ്ടത്. വലിയ വാർത്തയായി. 72 ദിവസം അകത്ത് കിടന്നു. ആ എക്സൈസ് ഇൻസ്പെക്ടർ അവരിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് പറയുന്ന സ്റ്റാമ്പുകൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഒരു 10-15 ദിവസം കൂടെ ഇവര് ജയിലിൽ കിടന്നു. അങ്ങനെ ടോട്ടൽ 72 ദിവസം. അത് അറിഞ്ഞപ്പം തന്നെ ആ നിമിഷത്തിൽ തന്നെ കോടതി റിപ്പോർട്ട് എഴുതി കൊടുത്ത് അവരെ റിലീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അയാൾ അത് ചെയ്തില്ല. അയാൾ കുറച്ചുകൂടെ മിടുക്കനായി ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാവുന്ന കരുതിയത്. അങ്ങനെയല്ല, 72 ദിവസം കിടന്നതാണ്. ഒരു ദിവസം കിടന്നെങ്കിലേ അതിന്റെ വിവരം മനസ്സിലാവുള്ളൂ. ആ നിരപരാധിയായ സ്ത്രീ 72 ദിവസം കിടന്നു. അത് അന്വേഷണം മുന്നോട്ട് പോയി. ഹൈക്കോടതിയിലെ ഇടപെടലോടുകൂടി കാര്യമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നാരായണദാസ് എന്ന് പറഞ്ഞ ആളും ലിവിയ ജോസും എന്ന് കണ്ടെത്തി. അവര് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഗൾഫിൽ പോയി. അവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അവർ തലേ ദിവസം ആ എക്സ്പയറി ഡേറ്റിന്റെ തലേ ദിവസം ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ വെച്ച് കേരള പോലീസ് DYSP അവിടെ പോയി അറസ്റ്റ് ചെയ്തു. അവരെ ചോദ്യം ചെയ്ത് കസ്റ്റഡി വാങ്ങിച്ചു. ഇപ്പോഴേ അവര് എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പം തന്നെപ്പറ്റി മോശമായ അഭിപ്രായം തൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് വൈരാഗ്യത്തിനാണ് ചെയ്തതെന്നാണ് അവരുടെ ന്യായീകരണം. ഷീല ഷണ്ണിയുടെ മകൻ സംഗീതിനെ പോലീസ് വിളിച്ചിട്ട് അത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അയാൾ ഒളിവിലാണ്. അയാളെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഷീല ഷണ്ണിയുടെ മകന്റെ ഭാര്യയെ അവരെയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇതൊരു ഗൂഢാലോചന നടന്നതിന്റെ ഫലമാണോ ഇത് നടന്നത്? അവരെ പറ്റി മോശം അഭിപ്രായം പറയാൻ കാരണം അവരൊക്കെ ബാംഗ്ലൂരിലെ നാരായണദാസുമായിട്ട് എങ്ങനെയാണ് ബന്ധം വന്നത്? ആ ഒരു ബന്ധത്തിലല്ലേ ഇത് ഈ സാധനം അയാള് വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം എക്സൈസ് വിളിച്ചു പറഞ്ഞത്? അതെന്തൊരു ബന്ധമാണ്? ലിവിയ ജോസിനെ പറ്റി മോശം പറയാൻ കാരണം ഇതുപോലുള്ള ബന്ധങ്ങളായിരിക്കാം. നാരായണദാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു നൈജീരിയനാണ് ഈ ലഹരി കൊടുത്തത്, ഈ സ്റ്റാമ്പ് കൊടുത്തതെന്ന് വരുന്നുണ്ട്. അതെന്താണ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടൊരു ബന്ധം വരുന്നത്? അതുകൊണ്ടായിരിക്കാം ഷീല സണ്ണി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ, പറഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. അവരത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ വാർത്ത വരുന്നത് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് വാശിക്ക് വൈരാഗ്യത്തിന് അവരെ കുരുക്കിയതാണെന്ന്. ആയിക്കോട്ടെ, അവരങ്ങനെ പറഞ്ഞതിന് അടിസ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ആരും പരിചയപ്പെടാത്ത ഒരു നൈജീരിയന് ഒരാളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. നാരായണദാസ് എന്ന വ്യക്തി അയാളുമായിട്ട് ഒരു ബന്ധം വന്നിരിക്കുന്നു. എന്താണ് 22 വയസ്സുകാരി ലിവിയ ജോസും അവരൊക്കെ ആയിട്ട് ബന്ധം വരാൻ കാരണം? അതൊരു ഷെയ്ഡി ട്രാൻസാക്ഷൻ ആണ്. അവരുടെ ബാംഗ്ലൂരിലെ ലൈഫും ജോലിയും ഒക്കെ പോലീസ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും. ഇവർക്ക് എന്തായിരുന്നു അവിടുത്തെ ബിസിനസ്? കാരണം ഇതുപോലെയുള്ള അൺസോഷ്യൽ എലിമെന്റുമായിട്ട് എങ്ങനെയാണ് ഇവർക്കൊരു ബന്ധം വന്നത്? 22 വയസ്സുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അത് കൂലങ്കഷമായിട്ട് തന്നെ അന്വേഷിക്കണം. അവരെ ബാംഗ്ലൂരിൽ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എത്ര നാളായി ബാംഗ്ലൂരിൽ നിൽക്കുന്നത്? ആരാണ് ഇവരുടെ കോണ്ടാക്റ്റുകൾ? എങ്ങനെയാണ് ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ഇവർക്ക് അടുപ്പം വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ പ്രവൃത്തി ന്യായീകരിച്ചൊന്നും പറയരുത്. അതൊക്കെ ദൂഷ്യം ചെയ്യും. അത് തന്നെയല്ല, ഇനി റിമാൻഡിൽ കിടന്നു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങാൻ. കാരണം അവരുടെ കൂട്ടുപ്രതിയായ നാരായണദാസ് 1.5 മാസമായിട്ട് ജയിലിൽ കിടക്കണം. കാരണം ഒരു 45 ദിവസമായി
72 ദിവസമെങ്കിലും കിടക്കണ്ടേ? 72 ദിവസം നിരപരാധിയായ ആളെ കിടത്തിയതല്ലേ? അപ്പൊ അതിന്റെ ഇരട്ടി ദിവസമെങ്കിലും കിടക്കണ്ടേ രണ്ടുപേരും? അങ്ങനെയല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. കേസ് എങ്ങനെയാണ് ഇനി ഷീലാ സണ്ണിയുടെ അവര് എന്തെങ്കിലും ഇവരോട് ക്ഷമിക്കാനുള്ള ഏതെങ്കിലും, ഒരിക്കലും ഇത് ക്ഷമ കൊടുക്കാൻ പാടില്ല. അവരെ അനുഭവിക്കട്ടെ. ഒരാളെ, നിരപരാധിയായ ഒരാളെ വ്യക്തിവൈരാഗ്യം കൊണ്ട് ലഹരി കേസിന് ഉൾപ്പെടുത്തി അവരെ ജയിലിൽ പറപ്പിച്ചവരാണ്. അതുകൊണ്ട് അത് സത്യസന്ധമായിട്ടൊരു അന്വേഷണം വന്നുകൊണ്ട് അത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഇവരും ജയിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കട്ടെ, ജയിലിലോട്ട് തന്നെ പോട്ടെ. നാരായണദാസിന് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ട് 45 ദിവസമായിട്ട് കിടക്കുകയാണ്. അതെന്തായാലും ഒരു 10-60 ദിവസം അല്ലെ 90 ദിവസം വരെ പോകും. അതിനിപ്പോ ഈ കേസ് കുറ്റച്ചാർജ് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്.